ഷിരൂർ ദൗത്യം തുടരുമെന്ന് കാർവാർ എംഎൽഎ സതീഷ് സെയിൽ തെരച്ചിലിനായി ഗോവയിൽ നിന്ന് ഫ്ലോട്ടിംഗ് ഡ്രഡ്ജർ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. I want that. I'm not bothered about truck. I'm bothered about all three bodies which is inside stuck. Whatever is required we will pay. You send this side also. From this side also I am bringing. Which one? Our Goa, our Karnataka tug will go, and from Goa they will take tow the pontoon which is mounted with the big forklift. Tomorrow is August 15th. 15th August tomorrow. I doubt tomorrow because offices are open, closed. And after getting disbanded, what will be the rescue operations? Rescue operations, nothing. It is we will scatter all these heaps and whatever the side. No, we will bunch. We will scratch and we will see whether it is floating or not. സന്തോഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സന്തോഷ്, അല്പം മുൻപ് ഈ തിരച്ചിൽ താൽക്കാലികമായി കുറച്ചു നേരത്തേക്ക് നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ ഈ തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ടോ? ആവണി, ഇപ്പോൾ ഷിരൂരിൽ ദൗത്യം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേവി നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഒരു വാഹനത്തിന്റെ ലോഹഭാഗവും പിന്നീട് ഒരു കയറും കണ്ടെത്തിയത്. ഈ വാഹനത്തിന്റെ ലോഹഭാഗം അത് അർജുന്റെ ട്രക്കിന്റേതല്ല എന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഇവിടെ കാണാതായ ടാങ്കർ ലോറിയുടെ ബമ്പറാണ് എന്നുള്ള കാര്യമാണ് മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു കയർ കണ്ടെത്തിയത് അർജുന്റെ ട്രക്കിൽ മരത്തടികൾ ബന്ധിച്ചിരുന്ന കയറാണ് എന്നുള്ള കാര്യം മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ രണ്ട് വസ്തുക്കളും കണ്ടെടുത്തത് നേവി നടത്തിയിട്ടുള്ള തിരച്ചിലാണ്. നേവി ഇപ്പോഴും ആ സ്പോട്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തുകയാണ്. അതേസമയം തന്നെ ഈശ്വർ മാൽപെ ഇന്ന് നടത്തിയിട്ടുള്ള തിരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈശ്വർ മാൽപെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരം 5 മണി വരെ ഈ തിരച്ചിൽ തുടരും. നാളെ തിരച്ചിലിന് അവധി നൽകിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യദിനമായതിനാൽ തന്നെ വിവിധ ഉദ്യോഗസ്ഥർക്കും സേനാ വിഭാഗങ്ങൾക്കും എല്ലാം തന്നെ ഔദ്യോഗിക ചുമതലകൾ ഉള്ളതുകൊണ്ടാണ് തിരച്ചിൽ നാളെ ഉണ്ടായിരിക്കില്ല എന്ന് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സെയിൽ അറിയിച്ചിട്ടുള്ളത്. ഈ മറ്റന്നാൾ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും. അതിനായി ഗോവയിൽ നിന്നും ഒരു ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് എത്തുന്ന മുറക്ക് തിരച്ചിൽ കൂടുതൽ ഊർജിതമാകും എന്നുള്ളതാണ് കാർവാർ എംഎൽഎ വ്യക്തമാക്കി. സന്തോഷ്, തീർച്ചയായും. അതുപോലെ തന്നെ നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് വളരെ അനുകൂലമായ കാലാവസ്ഥയാണ്. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഷിരൂരിൽ വെയിൽ വന്ന ഒരു ദൃശ്യം കാണുന്നത്. അത്തരത്തിൽ ഒരു ഇത്തരത്തിൽ കാലാവസ്ഥ അലക്കം അനുകൂലമാകുമ്പോൾ തീർച്ചയായും ഈ തിരച്ചിലും അനുകൂലമാവുകയല്ലേ? കഴിഞ്ഞ ഒരു 5 ദിവസമായി ഷിരൂരിൽ നല്ല കാലാവസ്ഥയാണ്. നല്ല വെയിലാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരച്ചിലിന് അനുകൂലമായ കാലാവസ്ഥയാണ്. ഈ അനുകൂല കാലാവസ്ഥ മുതലെടുത്തുകൊണ്ട് പരമാവധി തിരച്ചിലിൽ മുൻതൂക്കം നേടാൻ പരമാവധി കൂടുതൽ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പോട്ട് ചെയ്ത ഭാഗങ്ങളിൽ തുടക്കത്തിൽ തിരച്ചിൽ നടത്തുകയും കൂടുതൽ ഭാഗങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അടിയൊഴുക്ക് കുറഞ്ഞു നിൽക്കുകയാണ്. നല്ല വെയിലുണ്ട്. ജലനിരപ്പും കുറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഒരു അനുകൂല സാഹചര്യമായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈശ്വർ മാൽപയും നേവി സംഘവും ഗംഗാവാലിയിൽ തിരച്ചിൽ നടത്തുന്നത്. അവൻ തീർച്ചയായും സന്തോഷ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ തിരച്ചിലിൽ ഇന്നത്തെ ഒരു ഫലസൂചനയായി ലഭിച്ചിരിക്കുന്നത് ഒരു കയറ് മാത്രമാണ്. എന്നാൽ മറ്റുള്ള ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും അർജുന്റെ വാഹനത്തിലേതല്ല എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും നേവിയുടെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ ഇവർക്ക് ലഭിക്കുന്നില്ല എന്ന് മനാഫ് പറഞ്ഞിരുന്നു. പല കാര്യങ്ങളും തങ്ങളോട് പറയുന്നില്ല എന്നുള്ള രീതിയിലാണ് മനാഫ് കുറച്ചു മുൻപ് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുകയുണ്ടായത്. തീർച്ചയായും ഈ നേവി ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള തിരച്ചിലിൽ എവിടെ വെച്ചാണോ ഈ കയർ എന്നുള്ള കാര്യങ്ങളൊന്നും ഔദ്യോഗികമായി ഉള്ള അറിയിപ്പൊന്നും മനാഫിന് നൽകിയിട്ടില്ല. പകരം ഈ കയർ കിട്ടിയതിന് പിന്നാലെ മറ്റ് സമാനമായ രീതിയിലുള്ള പല വലുപ്പത്തിലുള്ള കയറുകൾ കൊണ്ട് കാണിക്കുകയും ഇതിൽ ഏത് വലുപ്പത്തിലുള്ളതാണ് ലോറിയിൽ ഉണ്ടായിരുന്ന കയർ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കൃത്യമായും അതിന്റെ വലുപ്പവും മറ്റ് ഘടനയും എല്ലാം തന്നെ മനാഫ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ മുങ്ങിത്തപ്പിയപ്പോൾ കിട്ടിയ കയർ ഇത് തന്നെയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മനാഫിന് കൈമാറുന്നത്. അത് മനാഫ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോറിയിലെ മരത്തടികൾ ബന്ധിച്ച കയറാണ് ഇത് എന്ന് മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സന്തോഷ്, ഇപ്പോൾ ഈ ലക്ഷ്മണിന്റെ ചായക്കട ആ ഭാഗത്തു നിന്നാണ് സിഗ്നൽ ലഭിച്ചത്. ആ ഭാഗം അവിടെ നിന്നാണ് കൂടുതൽ ഈ
ലോറിയുടെ ഭാഗങ്ങളും ഈ കയറടക്കം ലഭിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയാണോ നിലവിൽ ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്? അതായത് ഈ ഒരു മണ്ണിടിച്ചിലിൽ തകർന്ന ലക്ഷ്മണന്റെ കടയുണ്ട്. ലക്ഷ്മണന്റെ കടയുടെ താഴെ ഭാഗത്ത് നിന്നാണ് ഈ പറയുന്ന ഇന്നലെ ജാക്കിയും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ കയറും ലഭിച്ചിരിക്കുന്നത്. ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും കൂടുതൽ തിരച്ചിലുണ്ടാകുക. മറ്റൊരു ഭാഗത്ത് ഒരു ഓയിലിന്റെ അംശം, അതായത് ഡീസലിന്റേതും സംശയിക്കുന്ന ഒരു ഓയിലിന്റെ അംശം വെള്ളത്തിൽ കണ്ടെത്തിയിരുന്നു. ആ ഭാഗം കേന്ദ്രീകരിച്ചും രാവിലെ മാൽപ്പെ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി കുറച്ചുകൂടി ഈശ്വർ മാൽപ്പെ സംഘവും നേവിയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം കുറച്ചുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് പരസ്പരം ആശയവിനിമയം കൈമാറിക്കൊണ്ട് തിരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ തീർച്ചയായും കണ്ണൂരിലെ ശിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ നിലവിൽ പുരോഗമിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ തിരച്ചിലിൽ ലോറിയിൽ തടി കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കയറാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസവും ഇതിൻ്റെതെന്ന് കരുതുന്ന ഒരു ഭാഗം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇന്ന് കണ്ടെത്തിയ ലോഹഭാഗങ്ങളൊന്നും ഈ അർജുൻ്റെ ലോറിയുടേതല്ല എന്നുള്ള വിവരങ്ങൾ മനാഫ് പങ്കുവയ്ക്കുകയുണ്ട്. ഇക്കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം മനാഫിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. അല്പം മുൻപ് മാധ്യമങ്ങളെ കാണുമ്പോൾ മനാഫ് പറയുകയുണ്ടായത് വേണ്ട രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ നേവിയുടെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിലുള്ള ഒരു ആശയവിനിമയം തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ്. പല ഭാഗങ്ങൾ ഇപ്പോൾ ഈ കയർ ലഭിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും തങ്ങളോട് വേണ്ട രീതിയിൽ പറഞ്ഞിട്ടില്ല. ഈ എവിടെ നിന്നാണ്, ഏത് ഭാഗത്തു നിന്നാണ് ഈ കയർ ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ തരത്തിൽ ഒരു അനിശ്ചിതത്വം അവിടെ നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നേവിയും ഈശ്വർ മാൽപ്പയും തമ്മിലുള്ള ആശയവിനിമയം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ആശയവിനിമയം നടത്താതെയാണ് തെരച്ചിൽ നടത്തുന്നത് എന്നുള്ള വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്. സന്തോഷ് തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷ് നേരത്തെ പറയുകയുണ്ടായി ഈശ്വർ മാൽപ്പയെ രാവിലെ വെള്ളത്തിൽ ഈ ഓയിലിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയുണ്ടായി. എന്നാൽ ഇതിന് ഈ വെള്ളത്തിൽ ഓയിലിൻ്റെ അംശമുണ്ടോ എന്നുള്ള കാര്യം അവിടെ സ്ഥിരീകരിക്കാനുള്ള സംവിധാനമില്ല എന്നാണ് മനസ്സിലാക്കിയത്. ഈ വെള്ളത്തിൽ ഇത്തരത്തിൽ ഓയിൽ ഉണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കുന്നുണ്ടോ? സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശിരൂരിൽ കാണാതായ അർജുൻ്റെ ലോറിക്കായുള്ള തിരച്ചിൽ നിലവിൽ പുരോഗമിക്കുകയാണ്. ഇവിടെ നിന്നും അർജുൻ്റെ ലോറിയിൽ തടി കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കയറിൻ്റെ ഭാഗം കുറച്ചു മുൻപാണ് നാവികസേനയ്ക്ക് ലഭിച്ചത്. ഒപ്പം തന്നെ ഈശ്വർ മാൽപ്പെ അടക്കം നടത്തിയ തിരച്ചിലിൽ ഇതിൻ്റെ ലോഹഭാഗങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇത് അർജുൻ്റെ ലോറിയുടേതല്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. മണ്ണുമാന്തി യന്ത്രമടക്കം എത്തിച്ചാൽ മാത്രമേ തുടർന്ന് പുഴയിൽ പരിശോധന കാര്യക്ഷമമായി നടത്താൻ സാധിക്കൂ എന്നാണ് അറിയാൻ സാധിച്ച വിവരം. അത്തരത്തിലാണ് മനാഫും ഒപ്പം ഈശ്വർ മാൽപ്പയും അടക്കം പറഞ്ഞു വെച്ചത്. കാരണം ഈ പുഴയുടെ അടിത്തട്ടിലേക്ക് വലിയ മരങ്ങളും പാറക്കഷ്ണങ്ങളും മൺകൂനകളും ഉള്ളതിനാൽ അത് സാധാരണ മനുഷ്യനാൽ അത് മാറ്റുക പ്രയാസമാകും. ആ ഒരു സാഹചര്യത്തിൽ മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് പരിശോധന നടത്തണമെന്നാണ് ഈശ്വർ മാൽപ്പെ അടക്കം പറഞ്ഞു വെച്ചത്. സന്തോഷ് ഇപ്പോൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. സന്തോഷ്, നേരത്തെ ഈ വെള്ളത്തിൽ ഓയിലിൻ്റെ അംശമുണ്ടെന്ന് പറയുകയുണ്ടായി. ആ ഓയിലിൻ്റെ അംശം അവിടെ വെള്ളത്തിൽ ഈ ഓയിലിൻ്റെ അംശമുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തുക അതിനുള്ള സംവിധാനം അവിടെ ഇല്ല എന്നും പറയുകയുണ്ടായി. ഇത് കണ്ടെത്താനുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനത്തിലേക്ക് നിലവിൽ കടക്കുന്നുണ്ടോ? അവിടെ നിലവിൽ ഈ ഒരു ഓയിലിന്റെ പാടം കണ്ടെത്തിയ ആ ഒരു ഭാഗം നേവിക്ക് കാട്ടിക്കൊടുക്കണം, മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിപ്പോൾ നേവിയിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈശ്വർ മാൽപ്പയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈശ്വർ മാൽപ്പെ കണ്ടെത്തിയ ആ ഭാഗം നേവിക്ക് ആ ഒരു ഭാഗത്തെക്കുറിച്ചുള്ള സൂചന നേവിക്ക് നൽകും. അതിനുശേഷം നേവി ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തും. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടത്തുന്ന കാര്യത്തെ സംബന്ധിച്ച് വ്യക്തതയില്ല. അത് മനാഫ് വ്യക്തമാക്കിയത് കേരളത്തിലാണെങ്കിൽ ഈ രീതിയിൽ ഇത്തരത്തിലുള്ള വെള്ളമെല്ലാം പരിശോധിക്കാൻ എളുപ്പത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അതിൽ ഓയിലാണോ ഡീസലാണോ എന്ന് സ്ഥിരീകരിക്കാൻ വളരെയധികം മാർഗങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ആ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് മനാഫ് ചൂണ്ടിക്കാട്ടിയത്. ഇത് ഈശ്വർ മാൽപ്പെ ഈ വെള്ളം മണത്തു നോക്കിയും രുചിച്ചു നോക്കിയുമാണ് അത് ഓയിലാണ് ഡീസലാണ് എന്നുള്ള സംശയം പ്രകടിപ്പിച്ചത്. അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്താനുള്ള സാഹചര്യമില്ല എന്നാണ് മനാഫ് ചൂണ്ടിക്കാട്ടിയത്. ശരി, സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നിലവിൽ ശിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. നാളെ തിരച്ചിലുണ്ടാകില്ല, പകരം മറ്റന്നാളാകും. നാളെ ഓഗസ്റ്റ് 15 ആയതിനാൽ നാളെ തിരച്ചിലുണ്ടാകില്ല, പകരം മറ്റന്നാളാകും
തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുക. ഇന്നത്തെ തിരച്ചിലിൽ അർജുന്റെ ലോറിയിൽ തടി കെട്ടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കയറിന്റെ കഷ്ണം കണ്ടെത്തിയിരുന്നു. എന്നാൽ മറ്റ് ലോഹഭാഗങ്ങളും കണ്ടെത്തുകയുണ്ടായി. എന്നാൽ അതൊന്നും അർജുന്റെ ലോറിയുടേതല്ല. ഇതിനിടയിൽ ഈ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലിൽ പെട്ടുപോയ മറ്റുള്ള ട്രക്കിൻ്റെതാകാം എന്നുള്ള നിഗമനത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇത് അർജുന്റെ ലോറിയുടേതല്ല എന്നുള്ള സ്ഥിരീകരണം മനാഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്.